എല്ലാ കൂട്ടുകാർക്കും K-TET ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പ്രയോജനപ്പെടുന്നത് കാറ്റഗറി 1 and 2 എഴുതുന്നവർക്കാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക. ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ EVSE അല്ലെങ്കിൽ ജനറൽ സയൻസിൽ നിന്നുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 60 ചോദ്യങ്ങളാണ്. പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ് 1ലും 2ലും. അപ്പം ആ ഒരു ചോദ്യങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ടെക്സ്റ്റ് ബുക്കിന് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അപ്പോൾ കാറ്റഗറി 1നും 2നും ഉള്ള ജനറൽ സയൻസിൽ നിന്നുള്ള രണ്ടാമത്തെ ക്ലാസ്സാണിത്. 100 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് മുമ്പൊരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അതുപോലെ തന്നെ കാറ്റഗറി 1നും 2നും ഇമ്പോർട്ടൻ്റ് ആണ്. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള EVSE എന്നുള്ള ഫുൾ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അന്തരീക്ഷ പാളികളും കൂടെ ഉണ്ട് കേട്ടോ. കാരണം എല്ലാ പരീക്ഷയിലും അന്തരീക്ഷ പാളികളിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ നോട്ട്സും കാര്യങ്ങളും എല്ലാം വെച്ച് ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം. അതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആവശ്യമുള്ളവർ മാത്രം ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോവാം. കണ്ണ് ദാനം ചെയ്യുമ്പോൾ എടുക്കുന്ന നേത്രഭാഗം ഏതാണ്? കോർണിയാണ്. കോർണിയാണ് കണ്ണ് ദാനം ചെയ്യുമ്പോൾ എടുക്കുന്ന നേത്രഭാഗം. ചന്ദ്രയാൻ 1ലെ മൂൺ മിനറോളജി മാപ്പറിൻ്റെ പ്രാധാന്യം എന്താണ്? ചന്ദ്രയാൻ 1ലെ മൂൺ മിനറോളജി മാപ്പറിൻ്റെ പ്രാധാന്യം എന്താണ്? ചന്ദ്രനിലെ ജലാംശം സ്ഥിരീകരിച്ചു. അടുത്തത് അൽഷിമേഴ്സ് രോഗത്തിന് കാരണങ്ങളിലൊന്ന് ശരീരത്തിൽ ഡാഷിൻ്റെ അധിക സാന്നിധ്യമാണ്. അപ്പം അൽഷിമേഴ്സ് രോഗത്തിന് കാരണങ്ങളിലൊന്ന് ഏതാണ്? ശരീരത്തിൽ അലൂമിനിയത്തിൻ്റെ അധിക സാന്നിധ്യമാണ്. ആഹാര ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താവ് ഹരിതസസ്യങ്ങളാണ്. സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ വരുമ്പോൾ സംഭവിക്കുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം. എങ്ങനെയായിരിക്കും അത്? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി അങ്ങനെ ആയിരിക്കും. ഒറൈസ സറ്റൈവ എന്ന ശാസ്ത്രനാമം എന്തുമായി ബന്ധപ്പെട്ടതെന്ന് ചോദിച്ചാൽ നെല്ലിൻ്റെ ശാസ്ത്രനാമമാണ് ഒറൈസ സറ്റൈവ. അടുത്ത ക്വസ്റ്റ്യൻ, റേച്ചൽ കാഴ്സൺ രചിച്ച നിശബ്ദതയുടെ വസന്തം എന്നതിൻ്റെ ഉള്ളടക്കം. അപ്പം റേച്ചൽ കാഴ്സൺ രചിച്ച പുസ്തകം ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ നിശബ്ദതയുടെ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകം എഴുതിയതാരാന്ന് ചോദിക്കാം. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളടക്കമാണ്. ഇവിടെ DDT കുറിച്ചാണ് അല്ലേ. പരിസ്ഥിതിയിൽ കീടനാശിനിയുടെ പ്രത്യാഘാതം, ഇതാണ് ആ ഒരു പുസ്തകത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. അടുത്തത് LED-യുടെ പൂർണ്ണരൂപം ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് എന്നാണ്. ദേശീയ ശാസ്ത്ര ദിനം എന്നാന്ന് ചോദിക്കാം. എന്നാണ്? ഫെബ്രുവരി 28-നാണ്. അന്ന് ഇത് ആചരിക്കാൻ കാരണം എന്തെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഒരു ഫെബ്രുവരി 28-നാണ് CV രാമൻ എഫക്റ്റ് കണ്ടുപിടിച്ചത്. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ദിവസം ആചരിക്കുന്നത്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ജലസംഭരണ ശേഷി കുറഞ്ഞതും ജൈവാംശവും വായു സാന്നിധ്യവും കൂടിയതുമായിരിക്കണം. ജലസംഭരണ ശേഷി കുറഞ്ഞതായിരിക്കണം, ജൈവാംശവും വായു സാന്നിധ്യവും കൂടിയതായിരിക്കണം കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട പരാമർശമാണ് ധവള വിപ്ലവം. BT വഴുതന നിരോധിക്കണമെന്ന അഭിപ്രായം ഉയരാൻ കാരണം എന്താണ്? BT വഴുതന ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജനിതക വൈകല്യത്തിന് കാരണമാകുന്നു എന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് അത് നിരോധിക്കണമെന്ന അഭിപ്രായം ഉയരാൻ കാരണം. ഒരു തുള്ളി ജലത്തിൻ്റെ അളവ് കണ്ടെത്തുക. ഈ പ്രവർത്തനത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന പരീക്ഷണ ഉപകരണം ഏതാണ്? ബ്യൂററ്റ് ആണ്. ഒരു തുള്ളി ജലത്തിൻ്റെ അളവ് കണ്ടെത്തുക എന്നുള്ള പ്രവർത്തനത്തിൽ പ്രയോജനപ്പെടുത്താവുന്ന ഉപകരണം ഏതാണ്? ബ്യൂററ്റ് ആണ്. പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ ആവരണം ചെയ്തിരിക്കുന്ന പദാർത്ഥമാണ് ടെഫ്ലോൺ. നൈട്രജൻ കുറവുള്ള മണ്ണിൽ ഏത് വളമാണ് ഏറ്റവും അനുയോജ്യം? അമോണിയം സൾഫേറ്റ് ആണ് നൈട്രജൻ കുറവുള്ള മണ്ണിൽ ഏറ്റവും അനുയോജ്യമായ വളം. പെൻസിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പദാർത്ഥം ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് ആണ് പെൻസിലിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. ജലശുദ്ധീകരണത്തിന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? അതൊരു ഓക്സികാരി ആയതുകൊണ്ടാണ്. WWFൻ്റെ പൂർണ്ണ രൂപം എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ. എന്താണ്? വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ എന്നാണ് WWFൻ്റെ പൂർണ്ണരൂപം. സൗരയൂഥത്തിലെ ഏറ്റവും പുറമേയുള്ള ഭ്രമണപഥത്തിലെ ഗ്രഹം ഏതാണ്? നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂണാണ് സൗരയൂഥത്തിലെ ഏറ്റവും പുറമേയുള്ള ഭ്രമണപഥത്തിലെ ഗ്രഹം.
അടുത്തത് ഇലക്ട്രിക് ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത് എന്തൊക്കെ കൊണ്ടാണ്? ലെഡും ടിന്നും കൊണ്ടാണ് ഇലക്ട്രിക് ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊക്കെ കൊണ്ടാണ്? ലെഡും ടിന്നും. മണ്ണില്ലാതെ കൃഷി സാധ്യമാക്കുന്ന രീതിയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. മണ്ണില്ലാതെ കൃഷി സാധ്യമാക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് ഹൈഡ്രോപോണിക്സ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ സാധിക്കുന്നത് പോളി ഹൗസ് ഫാമിങ്ങിലൂടെയാണ്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള വിളനഷ്ടം കുറയ്ക്കാൻ സാധിക്കുന്നത് പോളി ഹൗസ് ഫാമിങ്ങിലൂടെയാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ. കൊതുക് പരത്തുന്ന രോഗങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, മലേറിയ, ചിക്കൻ ഗുനിയ. അടുത്തത് ഉയർന്ന BOD മൂല്യം സൂചിപ്പിക്കുന്നത് എന്താണ്? BODയുടെ ഫുൾ ഫോം ചോദിക്കാം. എന്താണ്? ബയോ കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഉയർന്ന മൂല്യം സൂചിപ്പിക്കുന്നത് എന്താണ്? ജലത്തിലെ ജൈവ മാലിന്യങ്ങളുടെ ഉയർന്ന നിലയാണ്. ജൈവ മാലിന്യങ്ങൾ എന്ന് വെച്ചാൽ ഓർഗാനിക് മാറ്റർ. ജലത്തിലെ ഓർഗാനിക് മാറ്റർ അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങളുടെ ഉയർന്ന നിലയാണ് ഉയർന്ന BOD മൂല്യം സൂചിപ്പിക്കുന്നത്. അടുത്തത് അനേർട്ട്, ANERT എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി. ഏജൻസി ഫോർ നോൺ കൺവെൻഷണൽ എനർജി ആൻഡ് റൂറൽ ടെക്നോളജി. മോഡറേറ്ററായിട്ട് ന്യൂക്ലിയർ റിയാക്ടറിൽ ഉപയോഗിക്കുന്നത് ഘനജലമാണ്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയം അടങ്ങിയ ജലമാണ് ഘനജലം. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പായ എന്താണ് അടങ്ങിയിരിക്കുന്നത്? ഡ്യൂട്ടീരിയം അടങ്ങിയ ജലമാണ് ഘനജലം. ജീവികളുടെ വർഗീകരണവുമായി ബന്ധപ്പെട്ട 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ ഉപജ്ഞാതാവ് റോബർട്ട് വിറ്റേക്കർ ആണ്, അല്ലെങ്കിൽ RH വിറ്റേക്കർ എന്നും പറയും. മനുഷ്യനിൽ ഭ്രൂണ വളർച്ചാ ഘട്ടത്തിൽ രക്തകലകൾ രൂപം കൊള്ളുന്നത് മീസോഡേമിൽ നിന്നാണ്. മനുഷ്യനിൽ ഭ്രൂണ വളർച്ചാ ഘട്ടത്തിൽ രക്തകലകൾ രൂപം കൊള്ളുന്നത് മീസോഡേമിൽ നിന്നാണ്. നമുക്കറിയാം കണ്ണിലെ ദ്രാവകമാണ് അക്വസ് ഹ്യൂമർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് മർദ്ദം വർദ്ധിക്കുന്നതിന് ഫലമായിട്ട് കണ്ണിനുണ്ടാവുന്ന ന്യൂനതയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. റിക്ടർ സ്കെയിൽ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂകമ്പ തീവ്രത അറിയാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ഉയർന്ന വൈദ്യുത ചാലകതയുള്ള ലോഹം എന്ന് പറയുന്നത് സിൽവർ അല്ലെങ്കിൽ വെള്ളിയാണ്. ലയിക്കാത്ത മാംസ നിക്ഷേപം അടിഞ്ഞുകൂടി തലച്ചോറിലെ നാഡീകോശങ്ങൾ നശിക്കുന്ന അവസ്ഥയാണ് നമ്മൾ അൾഷിമേഴ്സ് എന്ന് പറയുന്നത്. എന്താ സംഭവിക്കുന്നത്? ലയിക്കാത്ത മാംസ നിക്ഷേപം അടിഞ്ഞുകൂടി തലച്ചോറിലെ നാഡീകോശങ്ങൾ നശിക്കുന്നു. അടുത്തത് അന്തരീക്ഷമർദ്ദം അളക്കുന്ന യൂണിറ്റ് ബാറാണ്. കാന്തത്താൽ ആകർഷിക്കപ്പെടുന്ന വസ്തുക്കളെ പറയുന്ന പേരാണ് ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ഫെറോ മാഗ്നറ്റിക് പദാർത്ഥങ്ങൾ. അമിത വൈദ്യുത പ്രവാഹം മൂലമോ ഷോർട്ട് സർക്യൂട്ട് മൂലമോ ഉപകരണങ്ങൾക്ക് തകരാറുകൾ ഉണ്ടാകുന്നത് തടയുന്ന സുരക്ഷാ സംവിധാനം ഏതാണ്? MCB ആണ്. MCBയുടെ ഫുൾ ഫോം ചോദിക്കാം. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ എന്നാണ് MCBയുടെ ഫുൾ ഫോം. എന്താണ് അതിൻ്റെ ഫംഗ്ഷൻ? അമിത വൈദ്യുത പ്രവാഹം മൂലമോ ഷോർട്ട് സർക്യൂട്ട് മൂലമോ ഉപകരണങ്ങൾക്ക് തകരാറ് ഉണ്ടാവുന്ന തടയുന്ന സുരക്ഷാ സംവിധാനമാണ്. ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. പഴം, പച്ചക്കറി എന്നിവ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യുന്ന രീതിയാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. അടുത്തത് സാധാരണ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ വലുതാക്കി കാണാൻ സഹായിക്കുന്ന ഭാഗം ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ലെൻസും ഐപീസും ആണ് സാധാരണ മൈക്രോസ്കോപ്പിൽ വസ്തുക്കളെ വലുതാക്കി കാണാൻ സഹായിക്കുന്ന ഭാഗം. അടുത്തത് കാസ്റ്റ് അയൺ എന്ന് പറയുന്ന ലോഹസങ്കരം ഏതൊക്കെ മൂലകങ്ങൾ ചേർന്നിട്ടുള്ളതാണ്? അയണും കാർബണും സിലിക്കണും ചേർന്നിട്ടുള്ളതാണ് കാസ്റ്റ് അയൺ. ഏതൊക്കെയാണ്? അയൺ, കാർബൺ, സിലിക്കൺ. ഇനി അടുത്തത് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ്. സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത് ചിലവ് കുറഞ്ഞ ഒരു കൃഷിരീതിയാണ്. ഇതിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സുഭാഷ് പാലേക്കർ ആണ്. സുഭാഷ് പാലേക്കർ ആണ് സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിങ്ങിൻ്റെ ഉപജ്ഞാതാവ്. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹമാണ് ടങ്സ്റ്റൺ. ഏറ്റവും ഉയർന്ന ദ്രവണാങ്കമുള്ള ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ്. കണ്ടൽ ചെടികളിൽ ശ്വസനം നടക്കുന്നത് ശ്വസന വേരുകൾ വഴിയാണ്. ആസിഡിൽ ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കി എന്ത് സംഭവിക്കും? അവിടെ ഒരു മാറ്റവും സംഭവിക്കില്ല. മണ്ണിൽ വസിക്കുന്ന ജീവികളെ ചില്ല് കൂട്ടിലിട്ട് വളർത്തുന്ന സംവിധാനമാണ് ടെറേറിയം എന്ന് പറയുന്നത്. അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നു, ദൂരെയുള്ള വസ്തുക്കളെ കാണാതിരിക്കുകയും ചെയ്യുന്ന കണ്ണിൻ്റെ ന്യൂനതയാണ് മയോപ്പിയ. എന്താണ്? അടുത്തുള്ള വസ്തുക്കളെ നന്നായിട്ട് കാണാൻ സാധിക്കും, ദൂരെയുള്ളതിനെ കാണാൻ പറ്റുന്നില്ല. ആ ഒരു ന്യൂനതയ്ക്ക് പറയുന്ന പേരാണ് മയോപ്പിയ. മയോപ്പിയ പരിഹരിക്കുന്നത് കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാണ്.
നൈട്രജനെ സ്ഥിരീകരിക്കാൻ കഴിവുള്ള നീലഹരിത ആൽഗയാണ് നോസ്റ്റോക്ക്. അപ്പോൾ നോസ്റ്റോക്ക് എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? ഒരു നീലഹരിത ആൽഗയാണ്. ഇതിനെന്തിനുള്ള കഴിവുണ്ട്? നൈട്രജനെ സ്ഥിരീകരിക്കാനുള്ള കഴിവുണ്ട്. കോളറ പരത്തുന്ന ജീവി ബാക്ടീരിയയാണ്. ഇന്ത്യയിലെ പരിസ്ഥിതി സംരക്ഷണ നിയമം അനുശാസിക്കുന്ന പകൽ സമയങ്ങളിലെ ശബ്ദപരിധി 45 ഡെസിബലാണ്. ഷഡ്പദങ്ങളെക്കുറിച്ചുള്ള പഠനം അല്ലെങ്കിൽ ഇൻസെക്ട്സിനെ കുറിച്ചുള്ള സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത് എൻറ്റമോളജിയാണ്. ഇനി ഫംഗസുകളെ കുറിച്ചുള്ള പഠനം എന്താണ്? മൈക്കോളജിയാണ്. ഫംഗസുകളെ കുറിച്ചുള്ള പഠനം മൈക്കോളജിയാണ്. പക്ഷികളെക്കുറിച്ചുള്ള പഠനം ഓർണിത്തോളജിയാണ്. പൗർണമി ദിവസം നാം കാണുന്നത് ചന്ദ്രൻ്റെ പകുതി ഭാഗമാണ്. താഴെ നിന്ന് മുകളിലേക്ക് എന്ന നിലയിൽ അന്തരീക്ഷ മേഖലകളുടെ ശരിയായ ക്രമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തിരിച്ചിട്ട് തരും കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് തരും. നമ്മൾ ശരിയായ ക്രമം എഴുതുക. ആദ്യം എന്താ വരിക? ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ. താഴെ നിന്ന് മുകളിലേക്കാണ്. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, ഇങ്ങനെയാണ് പോകുന്നത്. ഭൂമിയുടെ ഭ്രമണദിശ എന്ന് പറയുന്നത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടാണ്. ഷാർപ്നർ ഉപയോഗിച്ച് പെൻസിൽ കൂർപ്പിക്കുന്ന ചലനം ഏതുതരം ചലനമാണ്? ഭ്രമണചലനമാണ്. എക്സോബയോളജി എന്ന് പറയുന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ബഹിരാകാശത്തെയും അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങളിലെയും ജീവികളെക്കുറിച്ചുള്ള പഠനമാണ് എക്സോബയോളജി. എക്സോബയോളജി എന്ന് പറയുന്നത് ബഹിരാകാശത്തെയും മറ്റു ഗ്രഹങ്ങളിലെയും ജീവികളെക്കുറിച്ചുള്ള പഠനമാണ്. പ്രകാശ സംശ്ലേഷണ ഫലമായിട്ട് പുറത്തുവിടുന്ന ഓക്സിജൻ ലഭിക്കുന്നത് എവിടെ നിന്നാണ്? ജലത്തിൽ നിന്നാണ് ലഭിക്കുന്നത്. ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ മനസ്സിലായില്ലേ? എല്ലാ ചോദ്യങ്ങളും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. SCERTയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യങ്ങളാണ് ഇതെല്ലാം. പുറത്തുനിന്ന് ഒരൊറ്റ ചോദ്യവും ചോദിക്കത്തില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചോ. EVS നിന്ന് അല്ലെങ്കിൽ സയൻസിൽ നിന്ന് ഒറ്റ മാർക്ക് നിങ്ങൾക്ക് പോകില്ല. തുടർന്നുള്ള ക്ലാസ്സും കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പം ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണം. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്. താങ്ക്